ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കെട്ടിയൊരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവല്ലേ. വെറുതെ വീക്കെൻഡൊക്കെ അല്ലേ, എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിയാലോ എന്ന് കരുതി. അപ്പോൾ മോനൊക്കെ പറഞ്ഞു മുട്ടായിത്തെരുവിൽ പോവാം, ബീച്ചിൽ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ മഴ ആയതുകൊണ്ട് അതൊന്നും നടക്കൂല. അതുകൊണ്ട് മുക്കമ്മാളിൽ പോവാം, എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ട്രൈ ചെയ്യാമെന്നും കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ മക്കൾക്കൊക്കെ ഒരു ചേഞ്ച് ആവുമല്ലോ. അല്ലെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോകുന്നതല്ലേ ഒരു സന്തോഷം. എന്നും ഓഫീസ് ജോലി ജോലി ഓഫീസ് പൈസ എന്ന് പറഞ്ഞ് ജീവിച്ചാൽ പോരല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ ജീവിതത്തിൽ. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എവിടെയാണെങ്കിലും വേണ്ടില്ല, നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചായക്കടയിലാണെങ്കിലും വേണ്ടില്ല, നമുക്ക് ഹാപ്പി ആയിട്ട് സന്തോഷം കിട്ടുന്ന സ്ഥലം, അതായത് സ്ഥലം, സാഹചര്യം, അങ്ങനത്തതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. മക്കളുടെ സന്തോഷം, അതൊക്കെയല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ. വെറുതെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിൽ ചടഞ്ഞ് കൂടി വീടിൻ്റെ പുറം ലോകം ഒന്നും അറിയാതെ നിൽക്കണേക്കാട്ടും നല്ലതല്ലേ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ആവുക. പിന്നെ നമ്മളുടെ മറ്റേ എന്തെങ്കിലും ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇതൊക്കെ കാണാതെ നമ്മൾ പിന്നെ പഠിച്ചവൻ്റെ അടുത്തേക്ക് ചെന്നാൽ പഠിച്ചവൻ ചോദിക്കൂലേ, ഇതൊക്കെ കണ്ടിട്ടാണോ വരുന്നത് എന്നുള്ളത്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ പഠിച്ചവൻ ഇതൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുക. പിന്നെ നമ്മുടെ പൊന്നാര മക്കളെയും കൊണ്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് കീശ കാലിയാവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മക്കളെ കൊണ്ടല്ല, പെണ്ണുങ്ങളെ കൊണ്ട് പോയാലും അതായത് വരെ കൊണ്ട് പോയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെ കീശയും കൂടി കാലിയാവാതെ നോക്കണം കേട്ടോ. എല്ലാത്തിനും ഒരു ലിമിറ്റ് അതും വേണം. ഏതായാലും വേണ്ടില്ല, ഞങ്ങൾ മുക്കമാളിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ മൂത്ത സന്തതി അവിടെ കാർഡ് റീചാർജ് ചെയ്ത് അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങി. പിന്നെ ഒന്നും പറയാനില്ലല്ലോ, അങ്ങോട്ട് റീചാർജ് ചെയ്ത് കൊടുത്തു. അതാണ് ഇപ്പോൾ ഈ കുലുങ്ങണത് ഇരുന്നിട്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കലാപരിപാടിക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവൾ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഈ ഐസ്ക്രീം. ആ ഐസ്ക്രീം തോന്നിട്ട് അവൻ ആലോചിക്കുകയാണ്. കുറേ ആളുകളൊക്കെ കണ്ട് ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ മൂത്ത സന്തതി പോയിട്ട് നേരെ സ്മൂച്ചോ വാങ്ങിയിട്ടുണ്ട്. സ്മൂച്ചോ ടേസ്റ്റ് ചെയ്യാലോ എന്ന് കരുതി ഇരിക്കുമ്പോൾ അവൻ എന്നോട് പറയാണ്, ഇത് എനിക്ക് മാത്രമാണ് കേട്ടോ, വേറെ ആർക്കും ഞാൻ തരൂലെന്ന്. കണ്ടോ, അതാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവന് ഏതായാലും ടേസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഏതായാലും എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും അതങ്ങ് ടേസ്റ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ മധുരക്കെട്ടൻ്റെ ആളാണ്. കണ്ടോ, നല്ല മധുരം, അടിപൊളി മധുരം വാരി വാരി തിന്നാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാൾക്കൊരാഗ്രഹം കേട്ടോ, ഇതൊന്ന് എനിക്ക് വാരി തരണം. അങ്ങനെ ഒരു വാരി കോരി തന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ബർഗർ എത്തിയിട്ടുണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്തതാണേ. പിന്നെ ഞാനങ്ങോട്ട് ഫൈറ്റ് തുടങ്ങി. ആ ബർഗറും ഞാനും തമ്മിൽ ഭയങ്കര ഫൈറ്റിന് ശേഷം ഞാനത് കീഴടക്കിയിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ പോവുകയാണ്. സ്മോച്ച് കയ്യിലുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.